ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ജനറൽ രജിസ്റ്റർ ഓർഗനൈസേഷൻ ആണ്. നമ്മളെ ടൈം കൺസ്യൂമിങ് അല്ലെങ്കിൽ ഡിലേയ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നുള്ളതാണ് ജനറൽ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ജനറൽ രജിസ്റ്റേഴ്സ് 7 ടൈപ്പ് ഓഫ് ജനറൽ രജിസ്റ്റേഴ്സാണ് നമ്മൾ CPU-നകത്ത് ഉപയോഗിക്കുക. അതിൻ്റെ ഡയഗ്രാമാണ് ഒരു എക്സാമ്പിളാണ്. ഇതിൽ 7 രജിസ്റ്റേഴ്സ് R1 മുതൽ R7 വരെ ഉണ്ട്. അപ്പോൾ 2 മൾട്ടിപ്ലക്സേഴ്സ് ഉണ്ട്. അതിൽ സെലക്റ്റഡ് ബി സെലക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഇത് SLD എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയാണ്. ഇത് കംപ്ലീറ്റഡ് അല്ല, അതുകൊണ്ടാണ് ഇത് വേറെ എവിടെ വേണമെങ്കിലും കണക്റ്റ് ആവാം. ഓക്കെ, ഇത് അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ്. അവിടെ നിന്ന് ഔട്ട്പുട്ട്. ഇത്രയാണ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലെങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഈ R1 R2 R3 മുതൽ R7 വരെയുള്ള രജിസ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ഇൻപുട്ട് ലൈൻസ്, ഈ ഇൻപുട്ട് ലൈൻസ് എവിടേക്കാണ് പോകുന്നത് വെച്ചെങ്കിൽ മൾട്ടിപ്ലക്സേഴ്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, മൾട്ടിപ്ലക്സേഴ്സിലേക്കാണ് പോകുന്നത്. ഈ മൾട്ടിപ്ലക്സേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ ക്ലോക്ക് സൈക്കിളിന് എന്താ പറയുക, ഓരോ ഇൻ്റർവെല്ലിൽ വെച്ചിട്ടാണ്, നമ്മളിപ്പോൾ 1 മിനിറ്റ് 2 മിനിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഓരോ ഇൻ്റർവെൽസ് വെച്ചിട്ടാണ് ഈ ഔട്ട്പുട്ട് ലൈൻസ് മൾട്ടിപ്ലക്സേഴ്സിലേക്ക് പോകുന്നത്. ഈ മൾട്ടിപ്ലക്സർ നമ്മളെന്താ ചെയ്യാൻ പറഞ്ഞത്, എല്ലാം കൂടെ മെർജ് ചെയ്യുക എന്നുള്ളതാണ് മൾട്ടിപ്ലക്സർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വരുന്ന ഇത്രയും 7 ലൈൻസിനെ മെർജ് ചെയ്തിട്ട് ഇൻപുട്ട് ഒരു A എന്നുള്ളൊരു ബസ്സും B എന്നുള്ളൊരു ബസ്സും ആക്കി മാറ്റും. അത് 2 ഇൻപുട്ട് ലൈൻസ് ആക്കി മാറ്റിയിട്ട് അതിനെവിടെ വരും, അരിത്മെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റിൽ വരും. അവിടെ നിന്ന് പ്രോസസ്സ് പെർഫോം ചെയ്ത് ഓപ്പറേഷൻസ് എന്തൊക്കെ ടൈപ്പ് ഓപ്പറേഷൻ ആണോ വേണ്ടത് ആ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ്റെ സിഗ്നൽ അതിന് കിട്ടിക്കഴിഞ്ഞാൽ അത് പെർഫോം ചെയ്തിട്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഈ സിഗ്നൽ ഈ ബസ്സിനകത്ത് നിന്ന് എന്ത് ചെയ്യും, വീണ്ടും R1 R2ലേക്ക് ഇൻപുട്ട് സിഗ്നൽസ് പാസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഇതിന് ഇനി ഇൻപുട്ട് കിട്ടുന്നത് എവിടെ വെച്ചെങ്കിൽ ഈ SLD എന്ന് പറയുന്നത് ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യുന്നതാണ് SLD എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് ഡീകോഡറിന് ഇൻപുട്ട് പാസ് ചെയ്യുന്നത്. 3 ഇൻപുട്ട്. ഈ ഡീകോഡറിൽ നിന്നാണ് ഇൻപുട്ട് R1 R2 മുതൽ R7 വരെയുള്ള രജിസ്റ്റേഴ്സ് ലോഡ് ചെയ്യുന്നത്. എന്നിട്ട് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ആവും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലാണ് പറയുന്നത്. MUX A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ടർ A എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതാണ്. മാതിരി പിന്നെ SLB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെലക്ടൻസ് B ആണ്. OPR എന്ന് പറയുന്ന ഓപ്പറേഷനാണ്. SLD എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ സെലക്ടറാണ്. ഓക്കെ, അത് ഓരോന്ന് ഇപ്പോൾ ഇതിലേക്ക് R2 എന്നുള്ള രജിസ്റ്ററിന് കണ്ടൻറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാം. അതുപോലെ ഇതിന്ന് R3 എന്നുള്ളതിലേക്ക് കണ്ടൻറ്റ് പ്ലേസ് ചെയ്ത് വരാം. അതുപോലെ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് A+B ആവാം, A-B ആവാം, അങ്ങനെ എന്ത് ഓപ്പറേഷൻ വേണമെങ്കിലും ആവാം. ഈ SLD എന്ന് പറയുന്നത് നമ്മൾ പാസ് ചെയ്യുന്ന ഔട്ട്പുട്ട് കിട്ടിയ ഔട്ട്പുട്ട് ആർക്കാണോ ഇൻപുട്ടായിട്ട് പാസ് ചെയ്യുന്നത് അത് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ. അതിപ്പോൾ R1 ആവാം, R2 ആവാം, എല്ലാ രജിസ്റ്ററിലേക്കും കൂടെ പാസ് ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരു രജിസ്റ്ററിലേക്ക് നമുക്ക് പാസ് ചെയ്യാം. അടുത്തത് കൺട്രോൾ വേർഡ്. 14 ബൈനറി സെലക്ഷൻ ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്. 14 ബിറ്റാണ്. അതിന് 4 സെക്ഷൻ ആക്കിയിട്ടാണ്, 4 ബിറ്റ് 4 ഫീൽഡാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. SELA, SELB, SELD, OPR. സെലക്ഷൻ A ബസ്, സെലക്ഷൻ B ബസ്, സെലക്ഷൻ ഡെസ്റ്റിനേഷൻ ഓപ്പറേഷൻ. അതിൽ ആദ്യത്തെ 3 3 ബിറ്റ് ഫീൽഡാണ്, പിന്നത്തെ 5 ബിറ്റ് ഫീൽഡാണ്. ഈ 3 ബിറ്റ് ഫീൽഡിൽ ഇൻപുട്ട് ലൈൻസ് വരുന്നതും ഔട്ട്പുട്ട് കിട്ടിയത് ഏതെങ്കിലും ഒരു രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്യുന്നതായിട്ടാണ് ചെയ്യുന്നത്. ഇത് ഈ കിട്ടുന്ന ഔട്ട്പുട്ട് മൊത്തമായിട്ട് എല്ലാ രജിസ്റ്ററിനകത്തേക്കും സ്റ്റോർ ചെയ്യണ്ട. ഈ രജിസ്റ്ററിൽ ഇപ്പോൾ 7 എണ്ണത്തൊന്നും കൂടെ കിട്ടുന്ന ഇൻപുട്ട് വഴി കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഇതിലേതെങ്കിലും ഒരു രജിസ്റ്ററിനകത്തേക്ക് നമുക്ക് പാസ് ചെയ്യും. ഇതിൽ 7 ലൈൻ ഉണ്ടാകും, പക്ഷേ ഈ പോകുന്നത് നമുക്ക് ഏതെങ്കിലും ഒന്നിനകത്തേക്കാണ് സ്റ്റോർ ആവുന്നത്. ഒന്നില്ലെങ്കിൽ R1 R2 ഡിപ്പെൻസ് എന്താ പറയുക, ഡീകോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനകത്ത് പോയിട്ട് സ്റ്റോർ ആവും. ഈ പ്രോസസ്സൊക്കെ നടക്കുന്നത് ഓരോ ക്ലോക്ക് ഇൻ്റർവെല്ലിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അതാണ് കൺട്രോൾ വേർഡ്. 4 ഫീൽഡാണുള്ളത്. 4 ഫീൽഡിന് 3 ഫീൽഡിനെ 3 ബിറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഫീൽഡിനെ 5 ബിറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പെർഫോമൻസ് ബൈനറി കോഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്.
3 ബിറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ അല്ലേ SEA SCLB SCLA SCLB CLD പറഞ്ഞത്. അതിന് ഡെസിമൽ വാല്യൂ R1 R2 R7 വരെയുള്ള ഓപ്പറേഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി 0 ആണെങ്കിൽ മൾട്ടിപ്ലക്സേഴ്സ് എന്താ പറയുക, ഇപ്പോൾ എന്താ പറയുക SEALും SEABയും 0 ആണെങ്കിൽ കറസ്പോണ്ടിങ് മൾട്ടിപ്ലക്സർ സെലക്ട് ദി എക്സ്റ്റേണൽ ഇൻപുട്ട് ഡാറ്റ സെലക്ട് ചെയ്തിട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. D 0 ആണെങ്കിൽ ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ എന്ത് ചെയ്യും, ഇൻപുട്ട് ബസ് അവൈലബിൾ ആണ്, അപ്പോൾ എക്സ്റ്റേണൽ ഔട്ട്പുട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ അവൈലബിൾ ആണെന്നാണ് അതിൻ്റെ മീനിങ്. 0 ആണെങ്കിൽ Aയും Bയും 0 ആണെങ്കിൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം, അതിലൊന്നുമില്ല. D 0 ആണെങ്കിൽ ഔട്ട്പുട്ടൊന്നും അതിലേക്ക് വന്നിട്ടില്ല, അപ്പോൾ ഇൻപുട്ടായിട്ട് പുറമേ നിന്ന് ഔട്ട്പുട്ടൊന്നും വന്നിട്ടില്ല, അപ്പോൾ നമുക്ക് അതിലേക്ക് ഔട്ട്പുട്ടിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അതേപോലെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ 5 ബിറ്റ് അല്ലേ അത്, അപ്പോൾ OPR എന്നുള്ളത് 5 ബിറ്റാണ്, അപ്പോൾ 5 zeros വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഓപ്പറേഷൻസ് ഇങ്ങനെ എഴുതാം. ഓപ്പറേഷൻ ജസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ഒന്ന് ട്രാൻസ്ഫർ A എന്നുള്ളതാണ് TSFA എന്ന് കൊടുത്തിരിക്കുന്നത്. അതുമാതിരി ഇൻക്രിമെൻറ്റ് INCA, ആഡ് A+B എന്ന് പറയുന്നത് ആഡ് തന്നെ, സബ്ട്രാക്ട് A - B എന്ന് പറയുന്നത് SUB. അങ്ങനെ ഓരോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. കൺട്രോൾ വേർഡ് എങ്ങനെ കൊടുക്കാം, ഫീൽഡ് എങ്ങനെ സ്പെസിഫൈ ചെയ്യാം, സിമ്പിൾസ് എങ്ങനെ സ്പെസിഫൈ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്. R1 ടെൻസ് ടു R2 - R3. ഇതിൽ R2 എന്ന് പറയുന്നത് SELA സെലക്ടർ Aയും R3 എന്ന് പറയുന്നത് സെലക്ടർ Bയും R1 ആണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ സെലക്ടർ എന്ന് പറയുന്നത് R1 ആണ്. ഇത് രണ്ടും മൈനസ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് ഇവിടെ പോകും, R2ലേക്ക് പോയി ചെയ്യും. ഇതെന്താണ് ഓപ്പറേഷൻ ചെയ്യുന്നത്, സബ്ട്രാക്ഷൻ ഓപ്പറേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഒരു ബൈനറി കോഡ് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ അടുത്ത ഓപ്പറേഷനും ഇതെന്ന് പറയുന്നത് OR ഓപ്പറേഷനാണ്. അത് R4ലാണ് സേവ് ചെയ്യുന്നത്. അതുമാതിരി ഇൻക്രിമെൻ്റ് ആണ് നടക്കുന്നത്. +1 പറയുന്നത് 1 ഇൻക്രിമെൻ്റ് ആണ്, അപ്പോൾ അത് R6ൽ പോയി സേവ് ആവുന്നു. ഇത് ട്രാൻസ്ഫർ ആണ്. അതേപോലെ ഇത് R2 എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ്, അപ്പോൾ അതിൽ വേറെ ഓപ്പറേഷനൊന്നുമില്ല. ഔട്ട്പുട്ട് ആയതുകൊണ്ട് പിന്നെ ഓപ്പറേഷനൊന്നുമില്ല. ട്രാൻസ്ഫർ ഔട്ട്പുട്ട് അക്കുമുലേറ്റർ അല്ലെങ്കിൽ രജിസ്റ്ററിലേക്ക് ട്രാൻസ്ഫർ ആയി എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ, 0 ഇതിലേക്ക് അസൈൻ ചെയ്യുന്ന ഓപ്പറേഷൻ, അങ്ങനെ കുറച്ച് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു. ഇതാണ് എന്താ പറയുക രജിസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ബേസിക് ജനറൽ രജിസ്റ്റർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ടൈം കൺസ്യൂമിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യാനും നമ്മളെ ഓപ്പറേഷൻസ് ഒന്ന് മൾട്ടിപ്ലൈ അത് കുറച്ച് കൂടുതലായിട്ട് പെർഫോം ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് രജിസ്റ്റേഴ്സ് കൊണ്ടുവന്നത്. 7 രജിസ്റ്റേഴ്സാണുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റോറിങ്ങിന് വേറൊരു പ്ലേസ് കാണേണ്ടതില്ല. ചെയ്യുന്ന ഓപ്പറേഷൻസ് ഈ രജിസ്റ്ററിനകത്ത് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്യാം. എല്ലാ രജിസ്റ്ററിനകത്തേക്കും സ്റ്റോർ ചെയ്യേണ്ട, ഏതെങ്കിലും ഒരു രജിസ്റ്ററിനകത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്താൽ മതി. ഈ 7 ഇൻപുട്ട് ലൈൻസായിട്ട് വരുന്നതിനെ മെർജ് ചെയ്ത് സിംഗിൾ ലൈനായിട്ട് മാറ്റാൻ 2 മൾട്ടിപ്ലക്സേഴ്സ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക. അവിടെ നിന്നാണ് അരിത്തമെറ്റിക് യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഈ വരുന്ന ഔട്ട്പുട്ടിനെ ഡീകോഡർ എന്ത് ചെയ്യും, ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ ഡീകോഡറിൽ നിന്ന് അതിന് ആ ഔട്ട്പുട്ടിനെ ഏതെങ്കിലും ഒരു രജിസ്റ്ററിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ഡീകോഡറിൻ്റെ സഹായത്തോടെ ചെയ്യുന്നത്. ഇതിൽ കൺട്രോൾ വേർഡ്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ SELA SELB SELD OPR എന്നുള്ള 4 ഫീൽഡിനെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് 3 ഫീൽഡ് 3 ബിറ്റായിട്ടും ലാസ്റ്റ് ഫീൽഡ് 5 ബിറ്റായിട്ടാണ് യൂസ് ചെയ്യുക. പിന്നെ അതിൻ്റെ ഓപ്പറേഷൻസാണ് നമ്മൾ പറഞ്ഞത്. ഓപ്പറേഷൻസ് ഈ സിമ്പിൾസൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. എന്താണ് ഈ സിമ്പിൾസ് അതിൻ്റെ മീനിങ് എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇത്രയാണ്. പിന്നെ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഓപ്പറേഷൻ നടക്കുന്ന കാര്യം പറഞ്ഞു. ഇത്രയാണ് രജിസ്റ്റേഴ്സ്, ജനറൽ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ.